അനുസ്വാദാക്കൾ കർത്താവിൻ്റെ നിസ്തുല നാമത്തിൽ വീണ്ടും സ്നേഹവന്ദനം. സ്വർഗ്ഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ട ദൈവവചനം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഈ ആയുസ്സിൽ കർത്താവ് ഒരവസരം നൽകിയതിനാൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ വചന കേൾവി നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും ഞങ്ങളെ ഫോണിലൂടെ പ്രാർത്ഥനയ്ക്കായി വിളിച്ച് ആവശ്യപ്പെട്ട എല്ലാവർക്കായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ സ്നേഹിതരോട്, പ്രിയപ്പെട്ടവരോടൊക്കെ ഈ പ്രഭാഷണത്തെക്കുറിച്ച് നിങ്ങൾ പറയണം. എല്ലാ ആഴ്ചയിലും കൃത്യമായി ഈ പ്രഭാഷണം കേൾക്കാൻ നിങ്ങൾ മറക്കരുത്. ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ ദൈവത്തിൽ പ്രത്യക്ഷനായി. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വേദഭാഗം അതാണ്. 1 യോഹന്നാൻ 3:8 പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവത്തിൽ പ്രത്യക്ഷനായി. 116 സങ്കീർത്തനം 16 വാക്യം, നീ എൻ്റെ ബന്ധനത്തെ അഴിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. പാപത്തിൻ്റെ ബന്ധനം, രോഗത്തിൻ്റെ ബന്ധനം, പൈശാചിക ബന്ധനം, അന്യായ ബന്ധനം, മരണബന്ധനം, ഇങ്ങനെ അനവധി ബന്ധനങ്ങളെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്. അവയെ അറക്കുന്ന, അവയിൽ നിന്ന് വിടുതൽ നൽകുന്ന നസ്രയനായ യേശുവിൻ്റെ ശക്തിയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നാം അവിടെ കെട്ടുകളെ പൊട്ടിച്ച് അവിടെ കയറുകളെ എറിഞ്ഞു കളക എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അന്യായ ബന്ധനം, മരണബന്ധനം, വിശുദ്ധി നഷ്ടപ്പെട്ടതിനാൽ ഉണ്ടാകുന്ന ബന്ധനം. ഈ 3 കാര്യങ്ങളെക്കുറിച്ചാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്ന ഈ 3 കാര്യങ്ങളെക്കുറിച്ചാണ്. യെശയ്യാ പ്രവചനം 58 അധ്യായം 6 വാക്യം, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമ്മിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രമായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക, ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം. പ്രിയപ്പെട്ടവരെ, അന്യായ ബന്ധനം, നുകത്തിൻ്റെ അമ്മിക്കയറുകൾ, എല്ലാം നുകവും ഇവ തകർക്കപ്പെടണം. അതിന് മുകളിൽ യഥാർത്ഥ ഉപവാസം എന്താണെന്നാണ് യെശയ്യാപ്രവചനത്തിലൂടെ അറിയിക്കുന്നത്. അപ്പോൾ ഉപവാസത്താൽ, പ്രാർത്ഥനയാൽ അന്യായ ബന്ധനങ്ങൾ തകർക്കപ്പെടും, നുഖങ്ങൾ തകർക്കപ്പെടും, സാത്താന്യ നുഖങ്ങൾ. എന്താണ് അന്യായ ബന്ധനം? കടന്ന് കയറി ബന്ധിക്കുന്ന ബന്ധനങ്ങൾ, അന്യായ ബന്ധനം. അനേക കുടുംബങ്ങളെ, അനേക ചെറുപ്പക്കാരെ പിശാച് ബന്ധിക്കുകയാണ്. അവരറിയുന്നില്ല എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കും. നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന, നന്നായി ശോഭിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ പലരും പെട്ടെന്ന് ഗ്ലൂമിയായി മാറുന്നു, പഠനത്തിൽ അശ്രദ്ധരാകുന്നു, മറ്റൊരിതിലേക്ക് മാറുന്നു, വലിയ തോൽവിയിലേക്ക് നീങ്ങുന്നു, ചില ഡ്രഗ്സ് അഡിക്റ്റഡായി മാറുന്നു. എനിക്കറിയാവുന്നൊരു കുടുംബത്തിലെ 3 മക്കൾ, 3 ആൺകുഞ്ഞുങ്ങൾ, ഓരോ ലെവലിൽ അവർ വഴിതെറ്റിപ്പോയി, അഡിക്റ്റഡായി മാറി. നല്ല വിദ്യാഭ്യാസം ലഭിക്കാഞ്ഞിട്ടല്ല, അവർ എത്തേണ്ട സ്ഥലങ്ങളിൽ എത്താൻ കഴിഞ്ഞില്ല. ഇങ്ങനെ അനേക ആളുകൾ ഈ വിധത്തിൽ ക്ലേശം സഹിക്കുന്നവർ ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെടുന്നുണ്ട്. അവർക്കൂടെ പ്രയോജനപ്രദമാകുമാറാണ് വിശുദ്ധ വചനത്തിൽ നിന്ന് ഈ വിഷയങ്ങൾ ഞങ്ങൾ പങ്കുവെക്കുന്നത്. അപ്പോൾ അന്യായ ബന്ധനമുണ്ട് എന്ന് വേദപുസ്തകം പറയുന്നു. നോക്കൂ, യെശയ്യാ 52 അധ്യായത്തിലെ 1-2 വാക്യങ്ങൾ, സിയോനെ ഉണരുക, ഉണരുക, നിന്റെ ബലം ധരിച്ചു കൊള്ളുക, വിശുദ്ധ നഗരമായ യെരൂശലേമേ നിന്റെ അലങ്കാരവസ്ത്രം ധരിച്ചു കൊള്ളുക, 2 പൊടി കുടഞ്ഞു കളയുക, യെരൂശലേമേ എഴുന്നേറ്റിരിക്കുക, ബദ്ധയായ സിയോൻ പുത്രി നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ അഴിച്ചു കളക. അപ്പം പിശാച് ബന്ധിക്കുന്ന ബന്ധനങ്ങളുണ്ട്, അന്യായ ബന്ധനങ്ങളുണ്ട്. ചില ആളുകൾക്ക് ഇവ സംശയമാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത്. വേദപുസ്തകം അതിനെക്കുറിച്ച് പറയും, നമുക്ക് നോക്കാം. ഗലാത്യ ലേഖനം 3 അധ്യായം 1 വാക്യത്തിൽ, അലയോ ഗലാത്യരെ, നസ്രയനായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിച്ചിരിക്കെ നിങ്ങളെ ശുദ്ധരം ചെയ്ത് മയക്കിയത് ആര് എന്ന് പൗലോസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശുദ്ധരം ചെയ്ത് മയക്കുക, ശുദ്രവും മയക്കവും ഉണ്ടെന്ന് പൗലോസ് തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ശുദ്രപ്രയോഗങ്ങളുണ്ട്. എന്നാൽ വേദപുസ്തകം പറയുന്നു, സംഖ്യാപുസ്തകം 23:23 നാം ഇങ്ങനെ വായിക്കുന്നു, ബിലെയാമിലൂടെ പ്രവചിക്കുമ്പോൾ പറയുന്നത്, ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിന് ഫലിക്കുകയുമില്ല. അപ്പോൾ ആഭിചാരമുണ്ട്, ലക്ഷണവിദ്യയുണ്ട്, പക്ഷെ നീ ഇസ്രായേലിൽ പാർത്താൽ നിനക്കത് പറ്റില്ലെന്ന് ദൈവവചനം പറയുന്നു, നിനക്കത് ഫലിക്കയില്ലെന്ന് ദൈവവചനം പറയുന്നു. ഈ വേദപുസ്തകം നമ്മൾ നോക്കിയാൽ ഇസ്രായേലിനോട് ദൈവം നൽകിയ അതിശക്തമായ കൽപ്പനയിൽ ഒന്ന് തന്നെ ആഭിചാരക്കാരനെയും മന്ത്രവാദിയെയും ശുദ്രക്കാരനെയും ഒക്കെ നിങ്ങളുടെ ദേശത്തു നിന്ന് നീക്കിക്കളയണമെന്നായിരുന്നു. പ്രഭാഷണം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ബന്ധനങ്ങളെ, സാത്താന്യ ശക്തികളെ അമിതമായി ഭയപ്പെടാൻ വേണ്ടിയല്ല, ബന്ധനങ്ങളിൽ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയിൽ നിങ്ങൾ ആശ്രയിപ്പാൻ വേണ്ടിയാണ് ഈ പ്രഭാഷണം ഞാൻ നടത്തുന്നത്. അപ്പോൾ അന്യായ ബന്ധനം എന്ന ബന്ധനമുണ്ട്,
കടന്ന് കയറി ബന്ധിക്കുന്ന ബന്ധനങ്ങൾ. ചില കുടുംബങ്ങളിൽ, ചില വ്യക്തികളിൽ, ചില കുഞ്ഞുങ്ങളെയൊക്കെ പിശാച് അങ്ങനെ ബന്ധിക്കുന്നുണ്ട്. വളരെ വിദ്യാഭ്യാസ ശ്രേഷ്ഠതയിലെത്തിയിട്ടും ഔന്നത്യത്തിലെത്താൻ കഴിയാത്ത അവസ്ഥകളും ഒക്കെ ഉണ്ട്. ഞങ്ങളോട് പലരങ്ങനെ പ്രാർത്ഥന ആവശ്യപ്പെടാൻ വിളിക്കാറുണ്ട്. അന്ന് വിടുവിപ്പാൻ യേശുവിന് കഴിയും. എല്ലാ അന്യായ ബന്ധനങ്ങളെ അഴിപ്പാൻ നസ്രയനായ യേശുവിന് കഴിയും. പ്രിയ സ്നേഹിതരെ, വേദപുസ്തകത്തിലെ അടുത്ത ബന്ധനം വേദപുസ്തകം കഴിച്ചിരിക്കുന്നത് വിശുദ്ധി നഷ്ടപ്പെട്ടാലുള്ള ബന്ധനത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, വളരെ ശക്തിയോടെ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച അനേകരെ സാത്താൻ ഒതുക്കിയിട്ടുണ്ട്. അതിൽ ഒരാളായിരുന്നു ശിംശോൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 12-ാം വാക്യം, അവർ അവനോട് ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് നിന്നെ പിടിച്ചു കെട്ടുവാൻ ഞങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശിംശോനോട്, നിങ്ങൾ എന്നെ കൊല്ലുകയില്ല എന്ന് എന്നോട് സത്യം ചെയ്യുമെന്ന് പറഞ്ഞു. അവർ അവനോട്, ഇല്ല, ഞങ്ങൾ നിന്നെ കൊല്ലുകയില്ല, നിന്നെ പിടിച്ചു കെട്ടി അവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയുള്ളേ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അവനെ 2 പുതിയ കയർ കൊണ്ട് അവനെ കെട്ടി പാറയിൽ നിന്ന് കൊണ്ടുപോയി. അവൻ ലേഖിയിലെത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവിൻ്റെ മേൽ വന്നു. അവൻ്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ് ചണനൂൽ പോലെയായി. അവൻ്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചു പോയി. അവൻ കഴുതയുടെ പച്ചത്താടിയിൽ കണ്ടു, കൈകൾ നീട്ടി എടുത്ത് അതുകൊണ്ട് 1000 പേരെ കൊന്നുകളഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ ദാസനായ ശിംശോന്റെ മേൽ ദൈവശക്തി വന്നപ്പോൾ ബന്ധനങ്ങൾ അഴിക്കപ്പെടുന്നതായി കാണാം. ഈ ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മൾ നോക്കിയാൽ 5 തവണ ശിംശോനെ ബന്ധിച്ചതായി കാണാം. ഈ 5 പ്രാവശ്യവും യഹോവയുടെ ആത്മാവ്, പല സ്ഥലങ്ങളിലാണ്, ഒരു സ്ഥലത്തല്ല, പല സ്ഥലങ്ങളിൽ യഹോവയുടെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീ ചൊട്ട ചണനൂൽ പോലെ ആ ബന്ധനങ്ങൾ അഴിഞ്ഞു. ഈ പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, പരിശുദ്ധാത്മാവിൽ എനിക്ക് പറയാനുള്ളത്, ദൈവശക്തിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ബന്ധനവുമില്ല. പരിശുദ്ധാത്മ വ്യാപാരത്തിന് മുമ്പിൽ ഒരു ആത്മീയ ബന്ധനവും ഒരു അന്യായ ബന്ധനവും പിടിച്ചു നിൽക്കില്ല. അവയെല്ലാം തീ ചൊട്ട ചണനൂൽ പോലെ അവ അഴിഞ്ഞു മാറുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ബന്ധനത്തെക്കാൾ ബന്ധനത്തിന്മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയെക്കുറിച്ച് നിങ്ങൾ ഗ്രഹിക്കുക. ഈ 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, അതിൻ്റെ ശേഷം അവൻ സെരേക് താഴ്വരയിൽ ദലീല എന്നു പേരുള്ള ഒരു സ്ത്രീയെ സ്നേഹിച്ചു. ഫെലിസ്ത്യ പ്രഭുക്കന്മാരുടെ അടുക്കൽ വന്ന് അവളോട്, നീ അവനെ വശീകരിച്ചവൻ്റെ മഹാശക്തി ഏതിലെന്നും ഞങ്ങൾ അവനെ പിടിച്ചു കെട്ടി ഒതുക്കേണ്ടതിന് എങ്ങനെ സാധിക്കുമെന്നും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ പിശാചിൻ്റെ പദ്ധതി അഭിഷേകമുള്ളവനെ, കൃപയുള്ളവനെ, ശക്തിയുള്ളവനെ പിടിച്ചു കെട്ടി ഒതുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അവൻ സകല തന്ത്രങ്ങളും പ്രയോഗിക്കും. അറിഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞു. അടുത്തത്, ഞങ്ങൾ ഓരോരുത്തൻ 1100 വെള്ളിപ്പണം ഇത് നിനക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ദലീല ശിംശോനോട്, നിന്റെ ശക്തി ഏതിലാകുന്നു, ഏതിനാൽ നിന്നെ ബന്ധിച്ചൊതുക്കാമെന്ന് എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. ഇങ്ങനെ അവൾ 16-ാം വാക്യം, ദിവസം പ്രതി വാക്കുകളാൽ ബുദ്ധിമുട്ടിച്ച് അസഹപ്പെടുത്തി അവൻ മരിക്കാൻ തക്കവണ്ണം വ്യസനപരവശനായി തീർന്നിട്ട് തൻ്റെ ഉള്ളം മുഴുവൻ അവളോട് അറിയിച്ചു. അടുത്ത വാക്യം, ക്ഷൗരക്കത്തി എൻ്റെ തലയിൽ തൊട്ടിട്ടില്ല, ഞാൻ അമ്മയുടെ ഗർഭം മുതൽ ദൈവത്തിന് വ്രതസ്ഥനാകുന്നു. ക്ഷൗരം ചെയ്താൽ എൻ്റെ ബലം എന്നെ വിട്ടുപോകും, ഞാൻ ബലഹീനനായി ശേഷം മനുഷ്യരെ പോലെ ആകുമെന്ന് അവളോട് പറഞ്ഞു. തൻ്റെ ഉള്ളം മുഴുവനും അവൾ അറിയിച്ചു എന്ന് കണ്ടപ്പോൾ ദലീല ഫെലിസ്ത്യ പ്രഭുക്കന്മാരെ വിളിപ്പാൻ ആളയച്ചു. ഇന്ന് വരുവീൻ, അവൻ തൻ്റെ ഉള്ളം മുഴുവനും എന്നോട് അറിയിച്ചിരിക്കുന്നുവെന്ന് പറയിച്ചു. ഫെലിസ്ത്യ പ്രഭുക്കന്മാരുടെ അടുക്കൽ വന്ന് പണവും കയ്യിൽ കൊണ്ടുവന്നു. അവളവനെ മടിയിൽ ഉറക്കി ഒരാളെ വിളിപ്പിച്ച് തലയിലെ ജട 7 കളയിച്ചു. അവനവനെ ഒതുക്കി തുടങ്ങി. അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി. പിന്നെ അവൻ ശിംശോനെ, ഫെലിസ്ത്യർ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ ഉറക്കമിടുന്നു. യഹോവ തന്നെ വിട്ടുപോയി എന്നറിയാതെ തൻ മുമ്പിലത്തെ പോലെ കുടഞ്ഞൊഴിഞ്ഞു കളഞ്ഞു എന്ന് വിചാരിച്ചു. ഫെലിസ്ത്യരോ അവനെ പിടിച്ച് കണ്ണുകുത്തി പൊട്ടിച്ച് ഗസയിലേക്ക് കൊണ്ടുപോയി ചെമ്പ് ചകല കൊണ്ട് ബന്ധിച്ച് അവനോ കാരാഗ്രഹത്തിൽ മാവ് ഓടിച്ചുകൊണ്ടിരുന്നു. സ്നേഹിതരെ, മുമ്പ് പലതവണ ബന്ധനങ്ങളെ അറത്ത് രക്ഷപ്പെട്ട ശിംശോൻ ഇതാ ശക്തി പോയപ്പോൾ, അഭിഷേകം പോയപ്പോൾ, പ്രതിഷ്ഠ നിശ്ചയിച്ചപ്പോൾ ബന്ധനസ്ഥനായി തീർന്നു. ഞാൻ പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കണം, പിശാച് ദൈവദാസനായ ഇയ്യോബിൻ്റെ വീടിൽ ദൃഷ്ടി വെച്ചപ്പോൾ തന്നെ വിവരം സ്വർഗമറിയുന്നു. ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരുന്ന പിശാച് ഇയ്യോബ് ഭക്തനായ ഇയ്യോബിനെ ആക്രമിക്കുവാൻ, അവൻ്റെ വീട്ടിൽ കയറുവാൻ തക്കം പാർത്തി എന്നപ്പോൾ സാധിച്ചില്ല. സാധിക്കാത്തതിൻ്റെ കാരണം സാത്താൻ തന്നെ പറയുന്നുണ്ട്. എന്താണ് പറഞ്ഞത്? അവൻ ഭക്തനായിരിക്കാൻ കാരണം നീ അവനും അവൻ്റെ കുടുംബത്തിനും അവനുള്ളതൊക്കെയും വേലി കെട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സാത്താനോടെ കടക്കാൻ നോക്കി. ഒരു നിർവാഹമില്ലാത്തത് കൊണ്ടാണ് ദൈവത്തിൻ്റെ ഇടയ്ക്ക് അനുവാദം ചോദിപ്പാൻ ചെന്നത്. നിങ്ങൾ വായിച്ചിട്ടില്ലേ? സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരും പാമ്പിനെയും നീ മിതിച്ചു കളയും, ഒരു മാതയും നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. ഏതേ ഒരു ദൈവപൈതൽ കൃപയിൽ നിന്നാൽ, വിശുദ്ധിയിൽ നിന്നാൽ, പ്രമാണത്തിൽ നിന്നാൽ ഒരു ബാധയും അവൻ്റെ കുടുംബത്തിൽ അടുക്കുവാൻ
ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം സ്വർഗത്തിലെ ദൈവം നമുക്ക് തീമതിലായിരിക്കുമെന്ന് ബൈബിൾ പറയുന്നു. അപ്പോൾ ഏത് വിധത്തിലാണ് ബന്ധനം നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നത്, ഏത് വിധത്തിലാണ് സാത്താൻ നിങ്ങളെ കീഴടക്കുന്നത്, ഏത് വിധത്തിലാണ് സാത്താൻ തൻ്റെ നുകം നിങ്ങളുടെ മേൽ വെക്കുന്നത്? കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞു, ദൈവവചനത്തോട് മറുക്കുമ്പോൾ, മത്സരിക്കുമ്പോൾ, വചനം അനുസരിക്കാതെ വരുമ്പോൾ പിശാചിന് നിങ്ങളിൽ കയറുവാൻ എളുപ്പ വഴിയായി പിശാച് നിങ്ങളെ കീഴടക്കുന്നു. ദൈവകൽപ്പന ലംഘിക്കുമ്പോൾ, പാപം ചെയ്യുമ്പോൾ, പിശാചിൻ്റെ ഇഷ്ടത്തിനായി ഏൽപ്പിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ മേൽ, നിങ്ങളുടെ കുടുംബത്തിന്മേൽ അവൻ അധികാരിയായി മാറുന്നു. ഒന്ന്. രണ്ട്, ദൈവമക്കളെ സംബന്ധിച്ച് രണ്ടാമത്, പിശാചിനൊരു ദൈവവേദനെ തൊടാൻ കഴിയില്ല. തൊടാൻ എങ്ങനെ കഴിയുമെന്ന് ചോദിച്ചാൽ, അഭിഷേകം നഷ്ടപ്പെടുത്തിയാൽ, കൃപ നഷ്ടപ്പെടുത്തിയാൽ, കൃപയിൽ നിന്ന് വീണാൽ, വിശുദ്ധിയിൽ നിന്ന് വീണാൽ സാത്താൻ നിങ്ങളെ ഒതുക്കുവാൻ, തകർക്കുവാൻ, നുകം വെക്കുവാൻ എളുപ്പമാണ്. മൂന്നാമത്, സാത്താൻ ചിലപ്പോൾ ദൈവം അനുവദിച്ചെന്ന് വരും നിന്നെ തൊടാൻ. അതാണ് യോബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. എന്താ സംഭവിച്ചത്? സാത്താൻ വെല്ലുവിളിച്ചു. നീ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവനെല്ലാം ഉണ്ട്, മൃഗസമ്പത്തുണ്ട്, അവൻ്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു, നീ അവന് വേലി കെട്ടിയിരിക്കുന്നു, നീ തൃക്കൈ നീട്ടി വേലിയൊന്ന് പൊളിക്ക്, നീ അവനെ ഒന്ന് തൊട്. അപ്പോൾ എൻ്റെ മുഖത്ത് നോക്കിയവൻ തള്ളിക്കളയും. അതാ വെല്ലുവിളിയായിരുന്നു. അതായത് യോബ് ദൈവത്തെ സേവിച്ചുകൊണ്ടിരിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നത് ദൈവത്തിന് ഭൗതികം കൊടുത്തത് കൊണ്ടാണ്, സമ്പത്ത് കൊടുത്തുകൊണ്ടാണ്, മക്കളെ കൊടുത്തത് കൊണ്ടാണെന്നും, അതൊന്ന് പോയാൽ, അതിലൊന്ന് കുറഞ്ഞാൽ നിന്റെ മുഖത്ത് നോക്കിയവൻ തള്ളിക്കളയുമെന്നും, തള്ളിപ്പറയുമെന്നും, ഭക്തിയൊക്കെ ഉപേക്ഷിച്ച് അവൻ ഓടുമെന്നും പിശാച് വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി സ്വീകരിച്ചത് കൊണ്ട് എൻ്റെ മകൻ എന്നെ സ്നേഹിക്കുന്നത്, എൻ്റെ കുഞ്ഞ് എന്നെ സ്നേഹിക്കുന്നത്, എൻ്റെ ദാസൻ എന്നെ പിൻപറ്റുന്നത് ഞാനവന് വീട് കൊടുത്തത് കൊണ്ടല്ല, മക്കളെ കൊടുത്തത് കൊണ്ടല്ല, സമ്പത്ത് കൊടുത്തത് കൊണ്ടല്ല, ഞാനവനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടല്ല. ഹല്ലേലൂയ. ഇതെല്ലാം പോയാലും അവൻ എന്നെ സ്നേഹിക്കുമെന്ന് തെളിയിക്കുവാൻ വേണ്ടി തമ്പുരാൻ ആദ്യം ചെയ്തത്, അത് വിവരിപ്പാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിച്ചു പറയുകയാണ്. യോബിനെ സംരക്ഷിക്കുവാൻ ദൈവം കിട്ടിയ വേലിയിൽ ഒന്ന് പൊളിച്ചു കൊടുത്തു. സാത്താൻ തന്നെ പറഞ്ഞു കേട്ടോ, എത്ര വേലിയാണ് ഉണ്ടായിരുന്നത്? ഒന്ന്, യോബിനൊരു വേലി, യഹോവ അവനും. രണ്ട്, അവൻ്റെ ഭവനത്തിനൊരു വേലി. മൂന്ന്, അവനുള്ളതിനൊക്കെയും ഒരു വേലി. അവൻ്റെ മക്കൾ എവിടൊക്കെ ഉണ്ടോ അവിടൊക്കെ വേലി. സൗത്ത് ആഫ്രിക്കയിൽ ഒരു മോനുണ്ട്, അവിടെ ഒരു വേലി. കുവൈറ്റിലുണ്ട്, അവിടെ ഒരു വേലി. ഇന്തോനേഷ്യ ഉണ്ട്, അവിടെ ഒരു വേലി. നിനക്ക് മാത്രമുള്ള, നിനക്കുള്ളതിനെല്ലാം ദൈവം തൻ്റെ വേലി കെട്ടിയിട്ടുണ്ട്, സ്വർഗീയ വേലി. തീമതിലായി ദൈവം നിൽക്കും. എന്നാൽ ചിലപ്പോൾ ദൈവം അത് പൊളിച്ചെന്ന് വരാം. എന്തിനെന്നറിയാമോ? ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ, നഷ്ടങ്ങൾ വരുമ്പോൾ തള്ളിക്കളയുന്നതല്ല പ്രത്യാശ, തള്ളിക്കളയുന്നതല്ല വിശ്വാസം, തള്ളിക്കളയുന്നതല്ല യേശുവിനുള്ള സ്നേഹം. ഇത് തെളിയിക്കുവാൻ വേണ്ടി ഒന്നാമത്തെ വേലി പൊളിച്ചു കൊടുത്തു. നിങ്ങൾക്കറിയാം, സാത്താൻ യോബിനുള്ളതിനെ വ്യാപിക്കാൻ തുടങ്ങി. അവൻ്റെ മക്കൾ പോയി, അവൻ്റെ സമ്പത്ത് പോയി. സ്തോത്രം. നമ്മൾ വായിക്കുന്ന ഇതൊന്നിനാലും യോബ് ദൈവത്തിൽ ദോഷം ആരോപിച്ചില്ല, യോബ് ദൈവത്തിൽ കുറ്റം ആരോപിച്ചില്ല. 2-ാം അധ്യായത്തിൽ നാം വീണ്ടും വായിക്കുന്നത്, ഈ വചനം എടുത്ത് സംസാരിപ്പാൻ നേരമില്ലാത്തതുകൊണ്ടാണ്. സാത്താൻ വീണ്ടും ദൈവത്തിൽ ചെല്ലുന്നു. സാത്താൻ പറയുന്നു, തൊക്കിന് പകരം തൊക്ക്, കണ്ണിന് പകരം കണ്ട, മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തൻ്റെ ജീവന് വേണ്ടി വിടും, തൃക്കൈ നീട്ടി നീ അവനെ ഒന്ന് തൊട്. അവൻ മുഖത്ത് നോക്കി തള്ളി പറയും. അപ്പോൾ 2-ാമത്തെ വേലി ദൈവം പൊളിച്ചു കൊടുത്തു. അവനെ തൊട, അവൻ്റെ പ്രാണനെ തുടരുതെന്ന് പറഞ്ഞു. അപ്പം നോക്ക് പ്രിയപ്പെട്ടവരെ, യോബിൻ്റെ ശരീരത്തിന് ചുറ്റും ദൈവത്തിനൊരു വേലി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അവൻ്റെ പ്രാണനും ഒരു വേലി ദൈവം ഉണ്ടായിരുന്നു. തമ്പുരാൻ വേലി പൊളിച്ചു കൊടുക്കാതെ സാത്താൻ നിന്നെ തൊടാൻ കഴിയില്ല. അപ്പോൾ നീ ദൈവകൃപയിൽ ജീവിക്കുന്നിടത്തോളം ദൈവം അനുവദിക്കാതെ ദുഷ്ടശക്തികൾക്ക്, അന്ധകാര വ്യാപാരങ്ങൾക്ക് നിന്നെ തൊടുവാൻ കഴിയില്ല. എന്നാൽ കൃപയിൽ നിന്ന് വീണാൽ ദൈവീയ പ്രൊട്ടക്ഷൻ പിൻവലിക്കപ്പെടും. ദൈവീയ പ്രൊട്ടക്ഷൻ പിൻവലിക്കപ്പെട്ട് കഴിഞ്ഞാൽ, സ്തോത്രം, സാത്താൻ ഈശ്വരിയായി നിങ്ങളെ തകർക്കാൻ കഴിയും. ഇത് തന്നെയാണ് മുമ്പേ ബിലയാം പ്രവാചകൻ, ഇസ്രായേൽ ജനം മിസ്രൈമി അടിമത്തിൽ നിന്ന് വിടിവിക്കപ്പെട്ട് കനാനിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ മരുഭൂമിയിൽ വെച്ച് ഒരു രാജാവ്, മിഥ്യാന്യ രാജാവ് പ്രവാചകനായ ബിലയാമിനെ വിളിക്കുന്നു. എന്തിനാണെന്നറിയാമോ? ബാരൂക്ക് പ്രവാചകനായ ബിലയാമിനെ വിളിച്ചു. എന്തിനെന്നറിയാമോ? ഇസ്രായേൽ മക്കളെ ശപിച്ചൊതുക്കുവാൻ, അതായത് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കുവാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ കിടുകെട്ടിയ ഒരു പ്രവാചകനെ വിളിച്ച് അവരെ പ്രാഗി, അവരെ ശപിച്ച് അവരെ ഒതുക്കാൻ ശ്രമിച്ചു. ആ പ്രവാചകനാണ് പറഞ്ഞത്, ആ വിചാരം ഇസ്രായേലിന് പറ്റില്ല, ലക്ഷണമെത്തി യാക്കോബിൻ്റെ അടുക്ക് നടക്കില്ലെന്ന് ബിലയാം പറഞ്ഞു. കാരണം അവൻ നോക്കി, പരിശുദ്ധാത്മാവൻ്റെ വായിൽ, ദൈവം അവൻ്റെ വായിൽ അനുഗ്രഹം കുത്തി നിറച്ചു. ഒന്നുകൂടെ പറഞ്ഞാൽ, ശപിക്കാൻ വന്നവൻ്റെ വായിൽ അനുഗ്രഹം കുത്തി നിറച്ചു. അവൻ പറഞ്ഞു, 4 ആംഗിളിൽ കൊണ്ട് നിർത്തിയിട്ടും അനുഗ്രഹം വന്നു. അനുഗ്രഹം കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു, ഇവരെ ശപിക്കാൻ ആരെ കൊണ്ടും കഴിയില്ല. കാരണം ശിലാഗ്രഹങ്ങൾ ഞാൻ അവനെ കാണുന്നു, തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളിൽ എണ്ണപ്പെടുന്നില്ല. അങ്ങനെ ഇവനെ ശപിച്ചൊതുക്കാൻ കഴിയാതെ വന്നപ്പോൾ ബിലയാം ഒരു ബുദ്ധി ഉപദേശിച്ചിട്ട് പോയി, ഇവരെ തകർക്കാൻ ഒരൊറ്റ മാർഗം, ഇവർ പാപത്തിൽ വീണാൽ, വിശുദ്ധിയിൽ നിന്ന് വീണാൽ
ഇവരുടെ ദൈവം ഇവരെ കൈയൊഴിയും, ഇവരുടെ പ്രൊട്ടക്ഷൻ പിൻവലിക്കപ്പെടും. അപ്പോൾ ആർക്കും അവരെ തകർക്കാം. അതുകൊണ്ട് എന്നാ സംഭവിച്ചെന്നറിയാമോ? അവിടെ എഴുതിയിരിക്കുന്നത്, അടുത്ത അധ്യായങ്ങൾ എഴുതിയിരിക്കുന്നത്, ഇസ്രായേൽ മക്കൾ ശിത്തീമിൽ പാർക്കുമ്പോൾ പരസംഗം ചെയ്തു, അന്യ സ്ത്രീകളുമായി ദൈവത്തിൻ്റെ വചനം വിട്ട്, വചന വിശുദ്ധി വിട്ട് പരസംഗത്തിലേർപ്പെട്ടു. അതുകൊണ്ട് ഒരൊറ്റ ദിവസം 27,000 ആളുകൾ വീഴത്തക്കവണ്ണം വലിയ ദൈവിക സംഹാരം അവിടെ അയക്കപ്പെട്ടു. അപ്പോൾ ദൈവം അവരെ കൈയൊഴിഞ്ഞു. ഇന്ന് എൻ്റെ പ്രഭാഷണം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ദൈവകൃപയിൽ നിന്ന് നിൽക്കുന്നിടത്തോളവും, വിശുദ്ധിയിൽ നിന്ന് നിൽക്കുന്നിടത്തോളവും, പ്രമാണത്തിൽ നിന്ന് നിൽക്കുന്നിടത്തോളവും ലോകത്തിലൊരു ശക്തിക്കും നിന്നെ പ്രാഗി ഒതുക്കുവാൻ കഴിയില്ല. മന്ത്രവാദം കൊണ്ട് ഒഴുക്കാൻ കഴിയില്ല, ആഭിചാരം കൊണ്ട് ഒതുക്കാൻ കഴിയില്ല, ക്ഷുദ്രപ്രയോഗം കൊണ്ട് ഒഴുക്കാൻ കഴിയില്ല, ഒരന്യായ ബന്ധനത്തിനും നിന്നെ ഒതുക്കാൻ കഴിയില്ല. ആ കൃപയിൽ നിന്ന് വീണാൽ ഈ അന്യായ ശക്തികൾ നിമിഷ നേരം കൊണ്ട് നിങ്ങളെ കീഴടക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഭവനത്തിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയുടെ കാരണമെന്തെന്ന്, പ്രശ്നങ്ങളുടെ കാരണമെന്തെന്ന് അന്വേഷിക്കുക. ദൈവത്തിൽ നെടുമ്പാട് വീഴുക, നിലവിളിക്കുക, പ്രവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിക്കുക. അപ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് കാണുന്ന ബന്ധനങ്ങളെക്കുറിച്ചാണ്. 1 പാപത്തിൻ്റെ ബന്ധനം, 2 രോഗത്തിൻ്റെ ബന്ധനം, 3 അന്യായ ബന്ധനം, 4 വിശുദ്ധി നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന ബന്ധനം. 5-ാമതായി 18-ാം സങ്കീർത്തനം 4 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രഭാഗങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിൻ്റെ കണികളും എന്നെ തുറന്നു പിടിച്ചു. അപ്പോൾ ഇവിടെ വായിച്ചത് കേട്ടോ, അടുത്ത ബന്ധനമാണത്. മരണപാശം, അഗാധ പ്രഭാഗം എന്നെ ചുറ്റി, പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിൻ്റെ കണികൾ. അപ്പോൾ മരണപാശങ്ങളുണ്ട്, പാതാള പാശങ്ങളുണ്ട്, മരണത്തിൻ്റെ കടികളുണ്ട്, മരണബന്ധനം. പ്രിയപ്പെട്ടവരെ, മരണത്തിൻ്റെ ബന്ധനങ്ങളുണ്ട്, മരണപാശങ്ങളുണ്ട്. ഇതിൻ്റെ ശരി ഭാഷാന്തരം ഒരു ദൈവദാസൻ പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ വഴിയാത്രകളിൽ എന്നെ കുടുക്കിലാക്കുവാൻ, കണിയിലാക്കുവാൻ മരണം കണിയൊരുക്കി, മരണം കുടുക്കൊരുക്കി, മരണം വലയൊരുക്കി എന്നെ കാത്തിരുന്നു. എന്നാൽ നീയോ യഹോവേ, ഞാനറിയാതെ, എൻ്റെ പ്രിയപ്പെട്ടവരറിയാതെ, എൻ്റെ കുഞ്ഞുങ്ങളറിയാതെ ആ മരണപാശങ്ങളെ വെട്ടിമാറ്റി 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 എന്നെ നീ വിടുവിച്ചിരിക്കുന്നു. പ്രിയ സ്നേഹിതരെ, സത്യമാണിത്. നാം അറിയാതെ, നമ്മുടെ കുഞ്ഞുങ്ങളറിയാതെ, നമ്മുടെ പ്രിയപ്പെട്ടവരറിയാതെ, നമ്മുടെ പ്രിയപ്പെട്ടവരറിയാതെ നമ്മുടെ വഴിയാത്രകളിൽ നമ്മളെ കുടുക്കിലാക്കുവാൻ, കണിയിലാക്കുവാൻ, നമ്മെ തകർത്തു കളയുവാൻ മരണം കണിയൊരുക്കി, മരണപാശമൊരുക്കി കാത്തിരുന്നു. എന്നാൽ നമ്മളറിയാതെ യഹോവയുടെ കരം, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വല്ലഭത്വമുള്ള കരം ആ മരണപാശങ്ങളെ വെട്ടിമാറ്റി, ആ മരണത്തിൻ്റെ കണികളെ വെട്ടിമാറ്റി, മരണത്തിൻ്റെ വലകളെ വെട്ടിമാറ്റി നമ്മെ വിടുവിച്ചുകൊണ്ടേയിരിക്കുന്നു. മരണത്തിൻ്റെ കണിയുണ്ട്, മരണപാശമുണ്ട്. വേദപുസ്തകം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മരണത്തിൻ്റെ ബന്ധനമുണ്ട്. പ്രിയ സ്നേഹിതരെ, നമുക്കറിയാം യെഹെസ്കേൽ പ്രവചനം 7-ാം അധ്യായം. ഞാൻ പല മാസങ്ങൾ, വർഷങ്ങളായി അനേക രാജ്യങ്ങളിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നൊരു ദൂതാണത്. യെഹെസ്കേൽ പ്രവചനം 7-ാം അധ്യായം 25-ാം വാക്യത്തിൽ പ്രവചനമുണ്ട്. പറഞ്ഞുമില്ലാണ്, നാശം വരുന്നു, അവർ സമാധാനം അന്വേഷിക്കും, എന്നാൽ അതില്ലാതിരിക്കും. അടുത്ത പദം, അപകടത്തിന്മേൽ അപകടവും സ്തുതിമേൽ സ്തുതിയും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ പദം ശ്രദ്ധിക്കണം. നാശം വരുന്നു, സമാധാനം അന്വേഷിക്കും, എന്നാൽ അതില്ലാതിരിക്കും. അപകടത്തിന്മേൽ അപകടം, സ്തുതിമേൽ സ്തുതി. ഇംഗ്ലീഷ് ബൈബിളിൽ ഡിസാസ്റ്റർ ആഫ്റ്റർ ഡിസാസ്റ്റർ എന്ന് ചില ഭാഷാന്തരത്തിലും, ആക്സിഡൻറ്റ് ആഫ്റ്റർ ആക്സിഡൻറ്റ് എന്ന് മറ്റു ചില ഭാഷാന്തരത്തിലും ഈ വാക്യം എഴുതിയിട്ടുണ്ട്. ഇവിടെ സ്തുതിമേൽ സ്തുതി എന്നത് നിങ്ങൾ വീട്ടിൽ ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്ത് നോക്കുക. ന്യൂസ് ആഫ്റ്റർ ന്യൂസ് എന്നാണ് ഇതിരിക്കുന്നത്. യെഹെസ്കേൽ 7-ാം അധ്യായം, ദ ഡേ ഓഫ് ദ ലോർഡ്, യഹോവയുടെ ദിവസം എന്നതാണ് അവിടുത്തെ പ്രതിപാദ്യ വിഷയം. യഹോവയുടെ ദിവസം വരും മുമ്പ് ഭൂമിയിൽ സംഭവിക്കുന്ന അനേക കാര്യങ്ങൾ യെഹെസ്കേൽ 7-ാം അധ്യായം 1 മുതൽ വാക്യങ്ങളുണ്ട്. നിങ്ങൾ വീട്ടിൽ ഇരുന്ന് അത് വായിച്ച് ശ്രദ്ധിക്കുക. അത് അവസാനിക്കുമ്പോൾ ഇങ്ങനെയാണ്: ദ ഡേ ഓഫ് ദ ലോർഡ്, യഹോവയുടെ ദിവസം വരും മുമ്പ് ഭൂമിയിൽ സംഭവിക്കുന്ന അനേക കാര്യങ്ങളിൽ നാശം വരുന്നു, അവർ സമാധാനം അന്വേഷിക്കും, അതില്ലാതിരിക്കും. ഭരണകൂടങ്ങൾ മാറി വരുന്നുണ്ട്, ഇലക്ഷനുകളിൽ പുതിയ പുതിയ ഭരണ സാന്നിധ്യം വരുന്നുണ്ട്. പക്ഷെ സമാധാനം തരാൻ, സ്വസ്ഥത തരാൻ ഈ ഭരണാധികാരികളെ കൊണ്ട് ഒന്നും കഴിയില്ല. അവരൊക്കെ കുറ്റമല്ല, ഒക്കില്ല. കാരണം ദുഷ്ടനായ പിശാച് അവൻ്റെ രാജ്യത്തിന് വേണ്ടി ജനത്തെ കൊണ്ട് പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ അടുത്ത സമയങ്ങളിൽ നോക്കൂ, എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് ഇവരൊക്കെ ഭരണത്തിൽ കയറുന്നുണ്ട്. പക്ഷേ അവരെ കൊണ്ടത് കഴിയില്ല. കാരണം പിശാചിൻ്റെ തൻ്റെ മുഖം വെച്ചിരിക്കുന്നു. സാത്താൻ തൻ്റെ അധികാരം ജനങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. സാത്താനെ അഭിനിവേശത്താൽ
പിശാചിൻ്റെ വ്യാപാര ശക്തിയാൽ അനേകർ നിയന്ത്രിക്കപ്പെട്ട് അവർ ചെയ്യുന്നത് എന്തെന്നറിയാതെ കഠിനവും ക്രൂരവുമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ അടുത്ത സമയത്ത് തന്നെ നിങ്ങൾ കേരളം മുഴുവൻ പ്രകമ്പനം കൊണ്ടിരിക്കുന്നൊരു വാർത്ത നിങ്ങൾ കേട്ടില്ലേ? സ്വന്തം അപ്പനെ വെടിവെച്ച് കൊന്ന് 7 കഷ്ണമാക്കി, തല വേറെ, കൈകാലുകൾ വേറെ കഷ്ണം, ഇങ്ങനെ അറുത്തും മുറിച്ച് വാരി വിതറിയ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് നിങ്ങൾ കേട്ടില്ലേ? ഒരു കൂസലുമില്ലാതെ അഴുകി ദ്രവിച്ച, കണ്ടവർ മോഹല്യസ്യപ്പെട്ട് വീഴുന്നു. അവനൊരു സങ്കടവുമില്ല, ഒരു പശ്ചാത്തലവുമില്ല. എന്തോ ഒരു നിഷ്ഠുരതയാണ്. ആർക്കൊക്കും ഇത്? ഡെഡ് ബോഡി കണ്ടാൽ താഴെ വീഴുന്നവരാണ് മനുഷ്യൻ. മരിച്ച് ശവത്തോട് പോലും ക്രൂരത കാണിക്കുന്നു. അതും അന്യാർത്ഥക്കാരുള്ള സ്വന്തം മകൻ. അപ്പോൾ ആ അവസ്ഥയിൽ ലോകം എത്തിക്കഴിഞ്ഞു. അതല്ല, ഇതിൻ്റെ എല്ലാം പിമ്പിൽ അന്ധകാര വ്യാപാരങ്ങളാണ്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നതല്ല. അവിടെ എഴുതിയിരിക്കുന്ന അപകടങ്ങൾ വർദ്ധിക്കുന്നു, ആക്സിഡൻറ്റുകൾ പെരുകുന്നു, കുടുംബങ്ങളെ പോലും തകർത്ത് കളയുന്നു, വീടിൻ്റെ ഏക ആശ്രയങ്ങൾ വഴിയിൽ തകർന്നു പോകുന്നു, ഒരു കുടുംബത്തെ മുഴുവൻ ഛേദിക്കപ്പെടുന്ന അവസ്ഥകളൊക്കെ കാണുകയാണ്. പ്രിയപ്പെട്ടവർ, ഇതൊന്നും യാദൃശ്യമല്ല. നാശം വരും, അപകടം വരും, ആക്സിഡൻറ്റുകൾ വർദ്ധിക്കും, സ്തുതിമേൽ സ്തുതി, ഒരു ആക്സിഡൻറ്റ് ആഫ്റ്റർ ആക്സിഡൻറ്റ്, ന്യൂസ് ആഫ്റ്റർ ന്യൂസ്, ഒരപകടത്തിന് പുറകെ അടുത്ത അപകടം, ഇതൊക്കെ ഉണ്ടാകുമെന്ന് ബൈബിൾ പറഞ്ഞത് സംഭവിക്കുന്നു. ഇതിൻ്റെ എല്ലാം പിശാചിൻ്റെ കരങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആയിരക്കണക്കിന് വേദികളിൽ പറയാറുണ്ട്, അപകടം വർദ്ധിക്കും, ആക്സിഡന്റ് പെരുകും, എന്നാൽ പ്രാർത്ഥിക്കുന്നവനെ, കരയുന്നവനെ സ്വർഗം വിടുവിക്കും. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് ദൂതുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ടവൻ വാഹനവുമായി റോഡിലിറങ്ങുമ്പോൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ, പ്രിയപ്പെട്ടവൻ ഓഫീസിൽ പോകുമ്പോൾ, നിങ്ങൾ അരി കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ, പാത്രം തേച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവനെ ഓർത്ത് കരയണം, പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ കരഞ്ഞാൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രിയപ്പെട്ടവരായിരിക്കുന്നിടത്ത് രക്തം അവർക്ക് അടയാളമായിരിക്കും. അപ്പോൾ പ്രാർത്ഥിക്കുന്നവനെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യും. ഒരു ദൈവവചനത്തിൻ്റെ അവസാനം എവിടെ, എപ്പോൾ, എങ്ങനെയെന്ന് സ്വർഗമാണ് തീരുമാനിക്കുന്നത്. ഞാൻ പ്രസംഗിക്കുമ്പോൾ, ദൈവവചനം പറയുമ്പോൾ അതിൻ്റേതായ അർത്ഥത്തിൽ നിങ്ങൾ ഇതെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഒരേ വിഷയത്തിൻ്റെ 2 വശങ്ങൾ ഞാൻ പറയുന്നത്. ദൈവം അറിയാമെന്നാൽ നമ്മുടെ തലയിലെ ഒരു മുടി പോലും പൊഴിയുന്നില്ല. എത്രയോ ദൈവകൃപയിൽ ജീവിച്ച ചില ദൈവദാസന്മാർ പോലും ആക്സിഡൻറ്റിൽ ലോകത്തോട് യാത്ര പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. എന്നാൽ ചില കുടുംബമായുള്ള തകർച്ചകൾ, കുടുംബമായി തകർത്ത് കളയുന്നതിനെയൊക്കെ പിൻപിൽ പിശാചിൻ്റെ കരമില്ലയോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. വിശുദ്ധ ബൈബിൾ അതിനെക്കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിച്ച് യാത്രയെ ആരംഭിക്കുക, പ്രാർത്ഥിച്ച് യാത്രയെ അവസാനിപ്പിക്കുക. ദൈവകരത്തിൽ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടുകൊള്ളുക. കർത്താവിൻ്റെ ഹിതം എന്തെന്തായാലും ആത്യന്തികമായി നമ്മൾ നിറവേറട്ടെ. എന്നാൽ സാത്താൻ സമയത്തിന് മുമ്പ് നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തകർക്കാൻ ഇടവരരുത്. പിശാച് തകർത്തെന്ന് വരരുത്. ദൈവേഷ്ടമെന്തോ അത് നമ്മൾ നിവർത്തിക്കട്ടെ, അതിൽ സാരമില്ല. എന്നാൽ പിശാചിൻ്റെ ബന്ധനങ്ങൾ, മരണത്തിൻ്റെ കണികൾ നമ്മെ പിടിപ്പാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ആമോസ് 3-ാം അധ്യായം 12-ാം വാക്യങ്ങൾ വായിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സമയം കടന്നു പോകുന്നതുകൊണ്ട് ആമോസിൻ്റെ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, അവിടെ വളരെ പ്രധാനപ്പെട്ടൊരു പദം ഇങ്ങനെയുണ്ട്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഒരിടയൻ 2 കാലോ 1 കാതോ സിംഹത്തിൻ്റെ വായിൽ നിന്ന് വലിച്ചെടുക്കുന്ന പോലെ ശമയുടെ കിടക്കയുടെ കോണിലും പട്ടുമെന്ന് വിരിക്കുന്ന ഇസ്രായേൽ മക്കളെ ഞാൻ വിടുവിക്കും. ശ്രദ്ധിക്കൂ, ഒരു ഇടയൻ 2 കാലോ 1 കാതോ സിംഹത്തിൻ്റെ വായിൽ നിന്ന് വലിച്ചെടുക്കുന്ന പോലെ. അതായത് സിംഹത്തിൻ്റെ വായിൽ അകപ്പെട്ട ഒരു ആട്ടിൻകുട്ടിയുടെ 2 കാലേ വെളിയിലുള്ളൂ, ബാക്കി മുഴുവൻ വായിലായി. 1 കാത് മാത്രമേ പുറത്തുള്ളൂ, ബാക്കി മുഴുവൻ വെളി. എങ്കിൽ പോലും ആ ഇടയൻ അവനെ അതിൻ്റെ വായിൽ നിന്ന് വലിച്ചെടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 22-ാം സംഘത്തിൽ 21-ാം വാക്യം ഞാൻ പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട്. സിംഹത്തിൻ്റെ വായിൽ നിന്ന് വിടുവിക്കണമേ, കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ നിന്ന് എനിക്ക് ഉത്തരം നൽകുന്നു. സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷിക്കണമേ എന്നാണ് മലയാളത്തിൽ അതെഴുതപ്പെട്ട ഭാഷയിൽ നസാൽ എന്ന് പദം ഉപയോഗിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം സിംഹത്തിൻ്റെ വായിൽ നിന്ന് തന്നെ വലിച്ചെടുക്കണമേ എന്നാണ്. ഈ പ്രഭാഷണം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, മരണത്തിൻ്റെ വായിൽ നിന്ന്, അനർത്ഥത്തിൻ്റെ വായിൽ നിന്ന്, അപകടത്തിൻ്റെ വായിൽ നിന്ന് നമ്മെ വലിച്ചെടുക്കുവാൻ നമ്മുടെ കർത്താവ് ശക്തനായവനാണ്. ക്യാൻസറിൻ്റെ വായിൽ നിന്ന്, ഹാർട്ട് അറ്റാക്കിൻ്റെ വായിൽ നിന്ന്, ബ്ലഡ് പ്രഷറിൻ്റെ വായിൽ നിന്ന്, ഡയബറ്റീസിൻ്റെ വായിൽ നിന്ന് നിങ്ങളെ വലിച്ചെടുക്കുന്നവനാണ്. മരണപാശങ്ങളെ അവൻ അറക്കുന്നവനാണ്, വിടുവിക്കുന്നവനാണ്. എത്രയോ അത്ഭുതങ്ങൾ ദൈവം നൽകിയിരിക്കുന്നു, എത്രയോ പേരുടെ ആയുസ്സ് ദീർഘമാക്കിയിരിക്കുന്നു. ഇവിടെ തീരുമെന്നും ഇവിടെ അവസാനിക്കുമെന്നും രക്ഷപ്പെടില്ലെന്നും ഒക്കെ, വിടുതലില്ലെന്നും ഒക്കെ ചിന്തിച്ച എത്രയോ പേരെ ദൈവകരം വിടുവിച്ചിരിക്കുന്നു. അതെ, വിടുവിക്കുന്ന കർത്താവിൻ്റെ കരം ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ അവൻ പ്രത്യക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, മരണബന്ധനത്തിൽ നിന്ന് നിങ്ങളെ വിടുവിപ്പാൻ കർത്താവിന് കഴിയും. മരണപാശങ്ങളെ അഴിച്ച് നിങ്ങളെ വിടുവിപ്പാൻ കർത്താവിന് കഴിയും. യെഹെസ്കേൽ 12:14 പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് കൂടി അവസാനിപ്പിക്കാം. യെഹെസ്കേൽ 12:14 പറയുന്നു,
അവൻ മനുഷ്യനെ ബന്ധിച്ചാൽ ആരും അഴിച്ചു വിടുകയില്ല. യോബിന്റെ പുസ്തകം 12:14. അവൻ ഇടിച്ചു കളഞ്ഞാൽ ആർക്കും പണിതുകൂടാ, അവൻ മനുഷ്യനെ ബന്ധിച്ചാൽ ആരും അഴിച്ചു വിടുകയില്ല. എന്നാൽ അതിൻ്റെ 18-ാം വാക്യം, രാജാക്കന്മാർ ബന്ധിച്ചതിനെ അവൻ അഴിക്കുന്നു. പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ നന്മയെ ബന്ധിച്ചത്, അനുഗ്രഹത്തെ ബന്ധിച്ചത് എത്ര വലിയ രാജാവാണെങ്കിലും അതിനെ അഴിച്ചുവിടാൻ അധികാരമുള്ള ഒരുവനുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയുന്നു, അവൻ ഇടിച്ചാൽ ആരും പണിയത്തില്ല, അവൻ മനുഷ്യനെ ബന്ധിച്ചാൽ ആർക്കും അഴിച്ചുവിടാൻ കഴിയില്ല. എന്നാൽ നിന്റെ നന്മയെ, അനുഗ്രഹത്തെ ബന്ധിച്ചത് എത്ര വലിയ രാജാവാണെങ്കിലും അതിനെ അഴിച്ചുവിടുവാൻ അധികാരമുള്ള ഒരുവൻ ഇപ്പോൾ നിങ്ങൾ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അവന് പ്രവർത്തിപ്പാൻ നിങ്ങൾ അവസരം കൊടുക്കുക. പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന്, രോഗത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന്, അന്യായ ബന്ധനത്തിൽ നിന്ന്, മരണബന്ധനത്തിൽ നിന്ന്, പൈശാചിക ബന്ധനത്തിൽ നിന്ന് നിങ്ങളെ വിടിവിപ്പാൻ യേശുവിന് കഴിയും. അവനെ കഴിയൂ. നിങ്ങളുടെ കുടുംബം ഏൽപ്പിക്കപ്പെട്ട ദൈവീയ വിടുതൽ നിശ്ചയമാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗ്ഗപിതാവേ, ആശ നശിച്ചവരായി ഇവിടെ തീർന്നെന്ന് ചിന്തിക്കുന്ന അനേകം ഞങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കാം. ഏറിയൊന്ന് വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ഏറിയൊന്ന് സഹിച്ചിട്ടും സൗഖ്യം വരാത്ത ആ രക്തസ്രാവക്കാരിയെ ക്ഷണത്തിൽ സൗഖ്യമാക്കിയ കർത്താവേ, കൂനിയായ സ്ത്രീയെ ഒരു നിമിഷം കൊണ്ട് വിടുവിച്ച കർത്താവേ, മരണബന്ധനത്തിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കുന്നവനെ, മരണവാശങ്ങളുടെ കെട്ടടിച്ച് ഞങ്ങൾ വിടുവിപ്പാൻ കഴിവുള്ളവനെ, മരണഭീതിയിൽ ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ, അതിഘോരമായ വേദനയിലൂടെയും രോഗബന്ധനത്തിലും കടന്നു പോകുന്നെങ്കിൽ, അല്ല അന്യായ ബന്ധനത്തിൽ, പൈശാചിക ശക്തിയുടെ ബന്ധനത്തിൽ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ, അതിവേഗമോടുന്ന വചനമയച്ച് നീ അവരെ വിടുവിക്കണമേ. ദൈവശക്തിയിൽ ആശ്രയിപ്പാൻ അവരെ ഒരുക്കണമേ. ഞങ്ങളുടെ ചെറുപ്പക്കാർ വിടുവിക്കപ്പെടട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങൾ വിടുവിക്കപ്പെടട്ടെ, ഞങ്ങളുടെ മാതാക്കൾ, പിതാക്കന്മാർ വിടുവിക്കപ്പെടട്ടെ. യേശുവിൻ്റെ സൗഖ്യദായക ശക്തി ഭവനങ്ങളിൽ വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാ നിറവോട് ദൈവത്തെ ആരാധിപ്പാൻ ജനത്തെ ഒരുക്കണമേ. അഭിഷേകത്തിൻ്റെ പുഷ്ടിയാൽ മുഖങ്ങൾ തകർക്കപ്പെടുമല്ലോ. ഭവനങ്ങളിൽ അഭിഷേകത്തിൻ്റെ പുഷ്ടിയാഭരിക്കട്ടെ കർത്താവേ. വ്യക്തികളിൽ അഭിഷേകത്തിൻ്റെ പുഷ്ടിയാഭരിക്കട്ടെ കർത്താവേ. ദൈവീയ വിടുതൽ അവരനുഭവിക്കട്ടെ. നിന്റെ കരവരെ തൊട്ടിരിക്കാൻ അല്ലെങ്കിൽ സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടാൽ നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച ഇതേ സമയത്ത് പ്രഭാഷണം കേൾക്കാൻ നിങ്ങൾ മറക്കരുത്. അതുവരെ ദൈവകൃപ നിങ്ങളോട് കൂടെ ഇപ്പോഴും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവകൃപയിൽ ആശ്രയിച്ച് പാസ്റ്റർ ബി മോനച്ചൻ രചിച്ച ഇതാ നോഹയുടെ കാലം, ബൈബിൾ പ്രഭാഷണങ്ങൾ, മഹാനിയോഗം, ഞാൻ വണങ്ങും ദൈവം, യഹോവ ഭക്തന്റെ കുടുംബം, ദൈവിക ന്യായവിധികൾ തുടങ്ങിയ പുസ്തകങ്ങൾ അനേകരിൽ സ്വാധീനം ചെലുത്തുന്നു, അനേകർക്ക് രൂപാന്തരം വരുത്തുന്നു. ഇവയിൽ ഇപ്പോൾ ലഭ്യമാകുന്ന 4 പുസ്തകങ്ങൾ യഹോവ ഭക്തന്റെ കുടുംബം, ദൈവിക ന്യായവിധികൾ, ഞാൻ വണങ്ങും ദൈവം, സമയമെടുത്തു തുടങ്ങിയവയാണ്. ഈ പുസ്തകങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ആത്മീക വർധനയ്ക്ക് ഉതകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ താഴെ കാണുന്ന വിലാസത്തിലോ ഞങ്ങളുടെ ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. ഞങ്ങളുടെ വിലാസം: പാസ്റ്റർ ബി മോനച്ചൻ, ഫെയ്ത്ത് ഗോസ്പൽ മിനിസ്ട്രി, എരുവ ഈസ്റ്റ് PO, കായംകുളം. ഫോൺ 9744992186, 9656601321, 8547649440.